ഈ കഴിഞ്ഞ ദിവസം കണ്ട ഏറ്റവും വലിയ ഒരു ഒരു വർഗീയത നിറഞ്ഞൊരു കാഴ്ച നമ്മൾ കണ്ടത് കൊല്ലം പൂരത്തിലായിരുന്നു. അവിടെ RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം പ്രദർശിപ്പിച്ച കുടമാറ്റം നമ്മൾ കണ്ടു ഉത്സവത്തിനിടയിൽ. ഈ സംഭവത്തിൽ 14 ക്ഷേത്രങ്ങളുടെ സംയുക്ത കമ്മിറ്റി അപലപിച്ചിരിക്കുകയാണ്. ചെറുപൂര എഴുന്നള്ളത്ത് ക്ഷേത്രം ഭാരവാഹികളും കൊല്ലം പൂരം കമ്മിറ്റിയും ക്ഷേത്ര ഉപദേശക സമിതിയുമാണ് സംയുക്തമായി RSS നേതാവിന്റെ ചിത്രം പ്രദർശിപ്പിച്ച നടപടിയെ അപലപിച്ചത്. അപ്പോൾ എങ്ങനെ ഈ ചിത്രം വന്നു എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഏതായാലും രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. രാജ്കുമാർ, വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു കൊല്ലം പൂരത്തിനിടയിൽ RSS നേതാവിന്റെ ചിത്രം ഉയർന്നു വന്നത്. അതേതായാലും ഒരു ഒരു ആലോചനയില്ലാതെ ഉയർന്നു വന്നൊരു വിഷയമാണ് എന്ന് കരുതാൻ കഴിയില്ല. അതിന്റെ പുറകിൽ അത്തരത്തിലൊരു കുട നിർമ്മിക്കണമെങ്കിൽ കൃത്യമായ ആസൂത്രണം അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ 14 ക്ഷേത്ര കമ്മിറ്റി ഇപ്പോൾ അപലപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചത്? ക്ഷേത്ര കമ്മിറ്റികൾ അപലപനത്തിൽ അല്ലെങ്കിൽ അപലപിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? ഇതൊരു കൊടും ചതിയായി പോയി എന്നുള്ളതായിരുന്നു വിലയിരുത്തൽ. ഇന്നലെ രാത്രി 8 മണിക്കാണ് ഈ 14 ക്ഷേത്രം, അതായത് കടകപൂരങ്ങൾ ഉൾപ്പെടുന്നതാണ് കൊല്ലം പൂരം എന്ന് പറയുന്നത്. 14 ക്ഷേത്രങ്ങളെല്ലാം ചേർന്ന് ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ വിഷു ഉത്സവത്തോടനുബന്ധിച്ചിട്ടാണ് പൂരം നടത്തുന്നത്. അപ്പൊ അതില് ആ ഉപദേശക സമിതിക്ക് പ്രധാന റോളുണ്ട്. ഉപദേശക സമിതിയുടെ കീഴിലാണ് കൊല്ലം പൂരം കമ്മിറ്റി വരുന്നത്. ആ പൂരം കമ്മിറ്റിയുടെ ഭാഗമാണ് ഈ 14 കടകപൂരങ്ങൾ എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുടെ ആ ഒരു സംയുക്ത കമ്മിറ്റി. അവർ ഇന്നലെ യോഗം ചേർന്ന് ഇതിന്റെ നിലവിലുള്ള അവസ്ഥ മനസ്സിലാക്കുകയും നിലവിൽ ഈ ഉപദേശക സമിതിക്കെതിരെ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. 1-ാം പ്രതി ഉപദേശക സമിതിയും 2-ാം പ്രതി കൊല്ലം പുതിയകാവ് ക്ഷേത്രമാണ്. ഈ പുതിയകാവ് ക്ഷേത്രമാണ് കൊടുംചതി ചെയ്തു എന്ന് ഈ ഉപദേശക സമിതിയും ഈ മറ്റുള്ള 14 ക്ഷേത്രങ്ങളും എല്ലാം ചേർന്ന് വിലയിരുത്തിയിരിക്കുന്നത്. കാര്യം ഈ സമയത്ത് ഇത്രയും വലിയൊരു ആഘോഷം നടക്കുമ്പോൾ രഹസ്യ സ്വഭാവത്തിലാണ് ഈ താമരക്കുളം ഗണപതി ക്ഷേത്രമാണെങ്കിലും പുതിയകാവ് ക്ഷേത്രമാണെങ്കിലും അവർ കൊണ്ടുവരുന്ന ഡിസ്പ്ലേകൾ അത് രഹസ്യമാണ്. മുൻകൂട്ടി ആരെയും അറിയിക്കില്ല. ഒരു മത്സരം നടക്കുന്ന മത്സര കമ്പം പോലെ തന്നെ മത്സരം നടക്കുന്ന ഗുണമാറ്റമാണ്. അപ്പൊ സ്വാഭാവികമായി അത് പുറത്ത് പറയാതെ, മുൻകൂട്ടി പറയാതെയാണ് അവർ ഡിസ്പ്ലേ ചെയ്യുന്നത്. പക്ഷെ അതൊരു പൂർണ്ണ വിശ്വാസത്തിലെടുത്താണ് ഉപദേശക സമിതി നാളിതുവരെ അത്തരം കാര്യങ്ങൾ ഇടപെടാതിരുന്നത്. പക്ഷെ അത് ഇക്കുറി ഇതാദ്യമായി 30 കൊല്ലത്തിന് ശേഷം അവർക്ക് ഒരു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പണി കിട്ടി എന്ന് തന്നെ. അപ്പോ അത് ഈ ഇനി പുതിയകാവ് ക്ഷേത്രം എന്ന് സംഭവിക്കാതിരിക്കാനുള്ള പറയുന്നത് നടപടികൾ. രാജ്കുമാർ, ഇത്തരത്തിൽ RSS ബന്ധമുള്ള ഒരു ഭരണസമിതിയാണോ അവിടെ ഭരിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂടെ അവരുടെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയില്ലല്ലോ. RSS ബന്ധമൊന്നല്ല, RSS ഉണ്ടാക്കിയ കമ്മിറ്റിയാണ്. RSSന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നതാണ് പുതിയകാവ് ക്ഷേത്രം എന്ന് പറയുന്നത്, പുതിയകാവ് ദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. അത് RSSന്റെ നിയന്ത്രണത്തിലാണ്. മറ്റാർക്കും അവിടെ യാതൊരു പങ്കില്ല. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് യാതൊരു ബന്ധമില്ല. പണ്ടേ അവർ ആ ക്ഷേത്രം, അവിടെ ഉണ്ടായിരുന്ന സ്ഥലം കൈയടക്കി അവർ തന്നെ ആ ക്ഷേത്രം കൈയാളിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ 30 കൊല്ലമായി ഈ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്ന് നല്ല സഹകരണമാണ് ഈ കൊല്ലം പൂരത്തിന് ലഭിച്ചിരുന്നത്. ഒരു കുഴപ്പവുമില്ലായിരുന്നു. പക്ഷെ ഇക്കുറി മാത്രം അവർ അങ്ങനെ ഒരു കൃത്യത്തിലേക്ക് പോയതാണ് എല്ലാവരെയും സങ്കടപ്പെടുത്തിയതും. ആ ഒരു അതേ തന്നെ ഇപ്പൊ കൊല്ലം പൂരം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം പേരാണ് ഈ ഈ അല്ല, അത് 15-ാം അത്തരത്തിൽ തീയതി അവിടെ ഇത് ഒരു കാണാനായി ഇത്രയും കാലം നല്ല എത്തിയത്. സഹകരണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടത്തിയ നടപടി അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. കാരണം അവർ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയിരിക്കുന്നത് നാരായണ ഗുരുവിന്റെയും ഡോക്ടർ BR അംബേദ്കറുടെയും ഒക്കെ അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ചിത്രങ്ങൾക്കിടയിലാണ്. അപ്പോൾ അവർ സംവേദിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്ന് പറയുന്നത് ചെറുതല്ല. അത്ര നിഷ്കളങ്കമായി അതിനെ കാണാനും കഴിയില്ല. നിഷ്കളങ്കമല്ല അത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നാളില്ലാത്ത ഇതൊരു അവരുടെ ആ വർഗീയ അജണ്ട അത് ഒരു ദിവസം പെട്ടെന്ന് പൊട്ടി പുറത്തു വന്നതുമല്ല, വളരെ പ്ലാൻഡ് ആയിട്ട് ആസൂത്രിതമായി തന്നെ ഇത് ചെയ്തു എന്ന് തന്നെയാണ് ഈ ഉപദേശക സമിതിയുടെയും ഈ പറഞ്ഞ 14 ക്ഷേത്രങ്ങളുടെ കമ്മിറ്റിയും സംയുക്തമായി വിലയിരുത്തിയിരിക്കുന്നത്. അവരുടെ വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും നാൾ സഹകരിച്ചവർ പൊടുന്നതിന് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയത് ആസൂത്രിതമായ നീക്കമായി പോയി, കൊടും ചതിയായി പോയി എന്നാണ് അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇന്നലെ ചേർന്ന യോഗത്തിലെ തീരുമാനം എന്ന് പറയുന്നത് 3 സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ട്, ഒന്ന്, ഈ പുതിയകാവ് ക്ഷേത്രത്തിന്റെ ഈ നടപടിയെ അവർ അപലപിക്കുന്നു. 2, ഈ പുതിയകാവ് ദേവസ്വത്തെ ഈ പറയുന്ന സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം, പൊതുജനത്തിന്റെ കൂടി, കൊല്ലം പൗരാവലിയുടെ പ്രതിഷേധം കൂടി അവരെ രേഖാമൂലം അറിയിക്കും. 3, മേലിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ 2 ക്ഷേത്രങ്ങളോടും, അതായത് താമരക്കുളം ഗണപതി ക്ഷേത്രത്തോടും പുതിയകാവ് ക്ഷേത്രത്തോടും ഇനി മുതൽ അടുത്ത പൂരം തുടങ്ങുന്നതിന് മുൻപേ തന്നെ
അതിൽ ഈ നിയമലംഘനങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതലിന്റെ നിലയിൽ എന്തൊക്കെയാണ് അവർ ഡിസ്പ്ലേ ചെയ്യുന്നതെന്നുള്ളതിന്റെ ലിസ്റ്റ് രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയും രഹസ്യമായി അത് സൂക്ഷിക്കുകയും ചെയ്യും. അത് ഇവർക്ക് മനസ്സിലാകാൻ ഇനി ഇതുപോലൊരു സംഭവം നടക്കാതിരിക്കാനും ആ ഒരു മതേതരത്വ സ്വഭാവമുള്ള ആ ഒരു ഉത്സവത്തെ കളങ്കപ്പെടുത്താതിരിക്കാനും വേണ്ടി അതിന്റെ ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഉപദേശക സമിതിയെ പോലീസ് പ്രതി ചേർത്തതിൽ ഉപദേശക സമിതിക്ക് അതിൽ ഒരു പ്രതിഷേധമുണ്ട്. അത് അവർ രേഖാമൂലം മുഖ്യമന്ത്രിക്ക് ഇന്ന് പരാതിയായി സമർപ്പിക്കാനും തീരുമാനിച്ചു. ശരി, ഏതായാലും നമുക്ക് നോക്കാം എന്താണ് അതിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ് വരുന്നത് എന്ന വിവരങ്ങളാണ് രാജ്കുമാർ കൊല്ലത്ത് നൽകിയത്.